നമ്മിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വർക്കിംഗ് ബഡീസിന്റെ എപ്പോഴുള്ള വിഷമാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാനും മറ്റും എല്ലാവരെ പറ്റിയിട്ടല്ലാട്ടോ പറയുന്നത്, വളരെ ചുരുക്കം ആളുകളെ പറ്റിയിട്ടാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് ഇതിനൊക്കെ പൊളിച്ചടക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്താണ് ഇന്ന് ജസ്റ്റ് റൈറ്റ് മീഡിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും ഓടിക്കൊണ്ടാണ്, വ്യായാമത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെയാണ് ആള് ഈ ഒരു സമയമില്ലായ്മനെ മേക്കപ്പ് ചെയ്ത് പോകുന്നത്. ഈ ഒരു ഓട്ടം ലാസ്റ്റ് കയറി ചെന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന അതിശയിപ്പിക്കുന്ന ഒന്നിലേക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ സംഭവം. ഇന്ത്യക്കാരനായ മലയാളിയായ തലശ്ശേരിക്കാരനായ ഷക്കീർ ചീരായിയാണ് ഇന്ന് ചാറ്റ് ജസ്റ്റ് റൈറ്റിൽ നമ്മോടൊപ്പം കൂട്ടുകൂടാനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷക്കീർ ചീരായിനെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയതും മറ്റ് വിശേഷങ്ങളും അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഷക്കീർ ഖാൻ, ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. കായിക പ്രേമികൾക്കിടയിലും വിശിഷ്യ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഇടയിലും വളരെ സുപരിചിതനാണ് ഷക്കീർ ഖാൻ. ഷക്കീർ ഖായുടെ ഈ ആക്ടിവിറ്റി കൊണ്ട് തന്നെ ഇടം കൊണ്ട് സോഷ്യൽ മീഡിയയിലായാലും മറ്റ് ന്യൂസുകളിലായാലും വലിയൊരു താരമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷക്കീർ ഖാൻ ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷക്കീർ ചിരായി. ഞാൻ ഖത്തറിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 14-15 വർഷത്തോളമായി. റണ്ണിങ് ഈസ് മൈ പാഷൻ. അതായത് റണ്ണിങ് എൻ്റെ ഒരു പാഷനാണ്. എൻ്റെ വീട് തലശ്ശേരി ആണെങ്കിലും ചെറുപ്പകാലത്ത് ഞാനൊരു റണ്ണറായിരുന്നു. പക്ഷേ മത്സരത്തിലൊന്നും പങ്കെടുത്തില്ല. ജസ്റ്റ് ഞാൻ ദോഹ ബാങ്കിൽ ജോലി ചെയ്തു. ഞാൻ ദോഹ ബാങ്കിൽ ഐ എം വർക്കിംഗ് ദോഹ ബാങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 14 years ആയി. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് എനിക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ദോഹ ബാങ്കാണ്. ഫസ്റ്റ് ബിഗ് സല്യൂട്ട് ദോഹ ബാങ്ക്. ആൻഡ് ഫസ്റ്റ് ഐ ആം heartily thanks to our CEO Sheikh Abdur Rahman bin Fahd bin Faisal Al Thani and Deputy Head Sheikh Noora Al Mubarak FJ Al Thani and Deputy Head Sheikh Mohammed Fahd FJ Al Thani, our MD Sheikh Abdur Rahman bin Mahmoud bin Mohammed bin Jaber Al Thani and Chairman Sheikh Fahd bin Mohammed bin Jaber Al Thani. അവരോട് പിന്നെ അവർ ബോസ് ബ്രേക്കൽ മാരി പ്രത്യേകം ഹാർട്ട്ലി താങ്ക്സ് ടു ഓൾ. വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതും ദോഹ ബാങ്കാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെ ഓടിയത്. പല ഇവൻറ്റുകളിലും, പ്രത്യേകിച്ച് ഫസ്റ്റ് എൻ്റെ എൻട്രി ദുബൈ മാരത്തോൺ ആയിരുന്നു. സ്റ്റാൻഡേർഡ് ചേർട്ടഡ് 42 kilometer ആണ്. അത് ഞാൻ റെഡിക്ക് അച്ചീവ്മെൻറ്റ് ചെയ്തു. എല്ലാം എനിക്ക് ഒരുക്കി തന്നത് ദോഹ ബാങ്കിനാണ്. അത് എങ്ങനെ അവരോട് നന്ദി പറയണം എനിക്കറിയില്ല. ഹാർട്ട്ലി താങ്ക്സ് ടു ദോഹ ബാങ്ക്. ഷക്കീർ ഖായുടെ ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ റൺ ടു കമ്മ്യൂട്ട്, ജോലിക്ക് ഓടിപ്പോവുക എന്നുള്ള ഒരു ആശയം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം തിരഞ്ഞെടുത്തത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവാസത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഓഫീസിലേക്ക് പോകുമ്പോൾ ഭയങ്കര ടിപ്പായിട്ട് പോവുക എന്നുള്ളത് ചിന്തിക്കുന്നതിൽ വേറിട്ടുണ്ട്. റൺ ടു കമ്മ്യൂട്ട് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്?
കാരണം എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഈ പ്രവാസ ലോകത്ത് പല ആൾക്കാർക്കും പല ടെൻഷൻസും കാര്യങ്ങളുണ്ട്. അതെ. ഇപ്പൊ ജസ്റ്റ് വോക്ക് ആൻഡ് റൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ ആണ്. കാരണം നമ്മൾ ഒരു എനർജി ഫീൽ ചെയ്യും. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയതാണ് രാവിലെ ഇപ്പൊ നമ്മളിപ്പം രാവിലെ ഇപ്പോ എല്ലാവരും പോകുന്നത് കാറിലും ഇതിലും പോകുന്ന ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ച് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു. ബാഗ് എടുത്തിട്ട് ഓടിക്കഴിഞ്ഞാല് എന്റെ ഓട്ടോ ആയി അവിടെ പോയി വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാല് എല്ലാം അത് സമയം കിട്ടും. നമുക്കൊരു പ്രത്യേക എനർജി വരും രാവിലെ. പ്രത്യേകിച്ച് നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു പ്രത്യേക പവർ നമ്മളെ മനസ്സിൽ നിന്ന് കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു സർക്കുലേഷൻ ആണ്. അപ്പൊ നമുക്കൊരു പ്രത്യേക വിൽ പവർ, ഐ വിൽ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ജോലിയിലും പെർഫോമൻസ് ആയിരിക്കും കൂടുതൽ. കാരണം നമ്മൾ ചില ആൾക്കാരില്ലേ ഇപ്പൊ രാവിലെ എനിക്ക് വയ്യ, എനിക്ക് ഉറക്കം വരുന്നത്, അങ്ങനത്തെ ഒരു ഫീൽ വരില്ല. നമ്മളൊരു എനർജറ്റിക് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് രാവിലത്തെ ആ റണ്ണിലൂടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ എപ്പോഴും ഒരു ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബ്ലഡിനൊക്കെ വേണ്ട ഒരു ഓക്സിജൻസ് കാര്യങ്ങൾ ഒരു പവറാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മുടെ ആ ഒരു ഡെയിലി ആ ദിവസത്തിലെ ഒരു ജോലിയിലും നമ്മുടെ ആ ജീവിതത്തിലെ കാര്യങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കും. കാരണം നമുക്കൊരു കൈൻഡ് ഹാർട്ട്, അതായത് നമ്മളെ ആൾക്കാരോട് മിൻഡിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോ കൂടുതൽ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിന്റെ ഒരു പവറാണ്. എപ്പോഴും ഒരു ഹാപ്പിനെസ്. നമ്മൾ എത്ര നമുക്ക് ടെൻഷൻ വന്നാലും നമ്മൾ അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അതാണ് എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ്. അതെല്ലാം എനിക്ക് ഈ റണ്ണിങ്ങിലൂടെ കിട്ടിയ പല കാര്യങ്ങളും. അതുപോലെ തന്നെ എത്രത്തോളം കാലമായിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു സംഭവം മനസ്സിലേക്കും അതുപോലെ ശരീരത്തിലേക്കും വായിച്ചെടുത്തിട്ട്? കാരണം ഞാൻ ചെറുതില് ഒരു ഓടലുണ്ടായിരുന്നു, എൻ്റെ ഒരു പാഷനായിരുന്നു, റണ്ണിങ് പാഷനായിരുന്നു. പക്ഷെ ചെറുതിൽ ഞാൻ കൂടുതൽ മത്സരത്തിന് പങ്കെടുത്തത് ഞാനൊരു ശരിക്കും പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു ആദ്യം. അന്നേരം ഞാൻ റണ്ണിങ് എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു. പക്ഷെ ഒരു സ്പോർട്സിലും നാട്ടിൽ നിന്ന് പങ്കെടുത്തിട്ടില്ല. ഖത്തറിൽ കാല് കുത്തിയ ശേഷമാണ് ദോഹ ബാങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്, എൻട്രി ചെയ്യാൻ തുടങ്ങി. അവിടെ പല ഓപ്പർച്യൂണിറ്റി എനിക്ക് പ്ലാറ്റ്ഫോം തന്നു. അപ്പം അതിലൂടെ എനിക്ക് എല്ലാ കാരണം നമ്മൾ മത്സരിക്കുന്ന എല്ലാം ഫോറിനേഴ്സിന്റെ കൂടെ ആണല്ലോ. അപ്പൊ എനിക്ക് പ്രത്യേക ഒരു ഇത് വന്നു. കാരണം നമ്മുടെ കൂടെ ഓടിച്ച് ജയിക്കണം, എനിക്ക് ഫസ്റ്റ് കിട്ടണം, സെക്കൻഡ് കിട്ടണം, ഫസ്റ്റ് കിട്ടണം, അങ്ങനത്തെ ഒരു ചിന്തയായി. അപ്പൊ എന്റെ മൈൻഡിൽ ഫുള്ള് പ്രാക്ടീസ് കാര്യങ്ങൾ, അത് മാത്രം ഫോക്കസ്. എങ്ങനാലും പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയെങ്കിലും എല്ലാ ഇവന്റിലും പങ്കെടുത്ത് എല്ലാ ഇതിലും എനിക്ക് മുന്നേറണം എന്നൊരു ചിന്ത വന്നു. പിന്നെ എനിക്ക് എന്താ പറയണ്ട, ഒരു ദിവസം ഓടിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഒരു ഭയങ്കര പ്രത്യേക ഒരു വിഷമം പോലെയാണ്. സംതിങ് മിസ്സിംഗ്. അപ്പം വേറെ ഒരു എനർജി വരാൻ തുടങ്ങി. ഖത്തറിന്റെ ഇതാണ്, ഖത്തർ ഒരു സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ബിഗ് താങ്ക്സ് ടു ഖത്തർ. അതിനുശേഷം ഇവിടെ ഖത്തറിൽ കാലുകുത്തിയ ശേഷം ശരിക്കും എനിക്കൊരു ഇത് വന്നു സ്പോർട്സിന്റെ. എന്റെ ബ്ലഡിൽ അലിന്ന പോലെ ആയി ശരിക്കും. ആദ്യം ഒരു പാഷനായിരുന്നു. ഇപ്പൊ എന്താ പറയുക, റണ്ണില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ റണ്ണിങ് ഈസ് മസ്റ്റ്. അതേപോലെ ഫുഡ് കൺട്രോളും കാര്യങ്ങളും എല്ലാം കൂടാണ് റണ്ണിങ്. അപ്പൊ റണ്ണാണ് എന്റെ എല്ലാ ഇതും. റണ്ണിങ് ഈസ് മൈ പാഷൻസ്. ഓക്കെ. ദോഹ ബാങ്കിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പോ നമ്മളിപ്പോ രാവിലെ തന്നെ ഇങ്ങനെ ഓടിയിട്ട് ഓഫീസിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ രാവിലെ ഓടി ചെല്ലുമ്പോ ഒബ്വിയസ്ലി ഇവിടുത്തെ ഒരു ക്ലൈമറ്റും എല്ലാം ആകുമ്പോ ഒരുപാട് സ്റ്റെപ്പ് വേർത്തിട്ടായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നുണ്ട്. അപ്പോ നമ്മൾ അങ്ങനെ കയറി ചെല്ലുമ്പോ കൊളീഗ്സിന്റെ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഒക്കെ ആ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? മാനേജേഴ്സ് കാരണം എല്ലാവരും നല്ല ഷെയ്ക്കുമാറായിരുന്നു, നല്ല സപ്പോർട്ടാണ്. അവർക്കെല്ലാം എന്നെ കാണുമ്പോൾ പല ടിപ്സും കാര്യങ്ങളും അവർ എന്നോട് ചോദിക്കാറുണ്ട്. പലതും ഞാൻ അവർക്കൊരു മോട്ടിവേഷൻ പോലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പല ആൾക്കാരും തടി കുറക്കാനും, ചില ആൾക്കാർ തടി കുറച്ചിട്ട് അതിന് സ്പോർട്സിലൂടെ വന്ന ആൾക്കാരും കൂടുതലുണ്ട്. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ അവിടെ ഓടി വന്ന ഉടനെ ബാങ്കിലേക്ക് കയറി ഫസ്റ്റ് ജിമ്മിലേക്കാണ് പോകുന്നത്. 1 മണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഈ ഓട്ടം കൊണ്ട് തീരുന്നില്ല. ഈ ഓട്ടം ഓടി ഉടനെ പിന്നെയും പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് പിന്നെയും ഞാൻ ഡ്രസ്സ് മാറ്റി ജിമ്മിലേക്ക് കയറും. 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് അതിനുശേഷം ബാത്തിങ് ചെയ്തിട്ട് പിന്നെ ഡ്യൂട്ടിയിലേക്ക് പോവാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ബാങ്ക് എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അത് നമുക്ക് വളരെ പ്രൗഡാണ്. വിശേഷ ഒരു ഇന്ത്യൻ, അതും നമ്മുടെ ഒരു മലയാളി ഇങ്ങനെ ഒരു
കൺസിഡറേഷനിലേക്ക് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരിക എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് വളരെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാർഡ്ലി താങ്ക്സ് ടു ദോഹ ബാങ്ക്. അതെ, ദോഹ ബാങ്ക് ആണ് തീർച്ചയായും. എനിക്ക് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി, എന്നെ ഒരു സ്പോർട്സിലേക്ക് കൊണ്ടുവന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ദോഹ ബാങ്ക് ആണ്. അപ്പൊ ദോഹ ബാങ്കിനോട് എനിക്ക് വളരെ നന്ദിയും കടപ്പാടും ഉണ്ട്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫസ്റ്റ് ഇപ്പോ ഒരു ഗിന്നസ് അറ്റംപ്റ്റ് ചെയ്തു. അതെ, ഇനിയിപ്പോ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യും, ദോഹ ബാങ്കിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യും. നമ്മുടെ ഈ താരത്തിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ദോഹ ബാങ്കിനോട് ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ നന്ദി അറിയിച്ചുകൊള്ളാണ്. ബിഗ് താങ്ക്സ് ടു ദോഹ ബാങ്ക് ടു പ്രൊട്ടക്ട് അവർ സ്റ്റാർ. താങ്ക് യു. അതുപോലെ ഷക്കീർക്ക, ദോഹയിലെ ഒരുപാട് ഇവന്റ്സിലായാലും പുറത്തുള്ള മാരത്തണിലായാലും സജീവ സാന്നിധ്യമാണല്ലോ. അതെ. അപ്പോൾ ഇതിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരാൾ ഇപ്പോൾ ഇവന്റിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ്, ഡയറ്റ് ആയാലും ശരി, അതിന്റെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? കാരണം ഈ ഇവന്റിൽ ഞാൻ പ്രിപ്പറേഷൻ വെച്ചാല് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് എല്ലാ സമയത്തും, അതായത് ഇവന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഫോക്കസ് ഞാൻ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇവന്റിന്റെ ഡേറ്റ് അനുസരിച്ച് മാത്രം പ്രിപ്പറേഷൻ അല്ല. ഞാൻ ഓൾവേസ് പ്രിപ്പയറിങ്. കാരണം നാളെ ഒരു ഇവന്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്നും ആ ഇവന്റിന്റെ കണക്കായിട്ടുള്ള ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. പ്രാക്ടീസും കാര്യങ്ങളും, ഈവൻ ഫുഡ് കൺട്രോൾ ആണെങ്കിൽ പോലും എല്ലാ ദിവസവും അതേപോലെ ഡയറ്റിങ്ങും കാര്യങ്ങളും ഓൾവേസ് അങ്ങനെയാണ് പോകുന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ പോകുന്നത്. ഇവന്റ് വരുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, എല്ലാ ദിവസവും. കാരണം എല്ലാ ദിവസവും ഇനി ഇവന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് മാത്രമേ കാണണം. അപ്പം നമ്മൾ അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ഫസ്റ്റ് നമുക്ക് വിന്നർ ആകാൻ പറ്റും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ എൻ്റെ ലോങ് റൺ ആണ്. സാധാരണ ഈ നോർമലി രാവിലെയും വൈകുന്നേരം ഓടുന്ന കൂടാതെ ഫ്രൈഡേ സാറ്റർഡേ ലോങ് റൺ ചെയ്യും. അതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്, അതാണ് ഫ്രൈഡേ സാറ്റർഡേ ആണ്. അപ്പൊ ഞാൻ എല്ലാ സമയത്തും, കാരണം മനസ്സിൽ കാണുന്നത് നാളെ ഒരു ഇവന്റ് വരും, അപ്പൊ അത് എല്ലാ ദിവസവും തുറന്നു പോവാ, ഇവന്റ് നാളെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. കാരണം ഇവന്റിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യില്ല, എല്ലാ ദിവസവും പ്രാക്ടീസ്, ഫുഡ് കൺട്രോൾ കാര്യങ്ങൾ മസ്റ്റ് ആണ്. അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രിക്ക് വിളിച്ചിട്ട് ഷക്കീർക്ക നാളെ ഒരു ഇവന്റ് ഉണ്ട് പോവല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം റെഡി, അതാണ് സെറ്റ്. അതെ 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 അതെ, അതാണ് ഒരു സ്പോർട്സ്മാൻ വേണ്ട ഒരു ഇത്. ഓൾവേസ് ഷുഡ് ബി ഫിറ്റ്. ഗുഡ്. ഈ ഓഫീസിലേക്കുള്ള ഈ പ്രയാണം, രാവിലെയും വൈകിട്ടുള്ള ഈ ഒരു ഓട്ടം, അതുപോലെ നേരത്തെ പറഞ്ഞ ഈ മറ്റൊരു അവസാനം അത് എത്തിച്ചേർന്നത് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സംഭവത്തിലേക്കാണ്. അതെ, ഇനി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഷക്കീർക്ക ഒതുങ്ങിയിട്ടില്ല. അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഗിന്നസ് റെക്കോർഡ് എടുക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെ? അതായത് നമുക്കൊരു ദിവസം കൊണ്ട് ഓടിച്ചു തീർക്കാൻ പറ്റിയതായിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ, അതുപോലെ ഈ ഒരു ഇവന്റിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, വളരെ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത്, അതൊക്കെ ഒന്ന് നമുക്ക് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ. ഓക്കെ, തീർച്ചയായും അതൊരു നല്ലൊരു ഇതാണ്. കാരണം ഈ ഗിന്നസ് 192 കിലോമീറ്റർ ആണ്. കാരണം ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഓടുമ്പോൾ ഒരു ഫീല് വേറെ ആയിരിക്കും. ഇത് 192 കിലോമീറ്ററിന് എത്രയോ മണിക്കൂർ ഓടേണ്ടതാണ്. പക്ഷെ എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, സാധാരണ നോർമലി എല്ലാ ദിവസവും ഓഫീസിൽ 6 to 6 12 കിലോമീറ്റർ ഓടുന്നതാണ്. ഇപ്പൊ ഈ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഞാൻ ഈ ഗിന്നസിന് വേണ്ടിയിട്ടുള്ള റെഡിക്കുള്ള പ്രയത്നം. എല്ലാ ദിവസവും ഓടുന്നുണ്ട്, എസ്പെഷ്യലി ഫ്രൈഡേ സാറ്റർഡേ കൂടുതൽ ഓടി. ഫ്രൈഡേ മീൻസ് ആഫ്റ്റർ പ്രയറിന് ശേഷം ഒരു 8-9 മണിക്കൂർ തുടർച്ചയായി ഓടും. പിന്നെ ശനിയാഴ്ച ദിവസം രാവിലെ 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി 12 മണിക്കൂർ, എല്ലാ ശനിയാഴ്ച 12 മണിക്കൂറും ഇങ്ങനെ ഓടലാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഒരു അത്ഭുത പാർക്കിൽ പോയി, രാവിലെ 6 മണിക്ക് പോയി, വൈകുന്നേരം 6 മണി വരെ അവിടെയായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ രാവിലെ തൊട്ടിട്ട് 6 മണി തൊട്ട് 6 മണി വരെ നീ എന്തെല്ലാം ചെയ്തു, എങ്ങനെയാണ്? അപ്പൊ ഞാനും ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇപ്പൊ ഞാൻ ഓടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാനും മാത്രമേ ഉള്ളൂ. എൻ്റെ ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെള്ളം അതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓടി പിന്നെ പ്രേയറിന്റെ സമയത്ത് പ്രേയർ ചെയ്യും, കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യും. കാരണം നമ്മൾ ഇത്ര ദൂരം ഓടുമ്പോൾ ബോഡിന്റെ കലോറി ബേൺ ചെയ്യുന്നതാണ്. അപ്പം അതിൽ ഓറഞ്ച് അതിന്റെ വെള്ളവും അതെല്ലാം കുടിച്ച്, പിന്നെ ചോക്ലേറ്റ് ചെറിയ പീസ് കഴിക്കും, ഡാർക്ക് ചോക്ലേറ്റ്. അങ്ങനെ അത് കഴിച്ചിട്ട് അപ്പൊ ഒരു സെക്യൂരിറ്റി എന്നോട് ചോദിച്ചു, പെട്ടെന്ന്
what happened to you? Morning I saw you running the 6 a.m. Still you are running. What happened? അപ്പൊ ഞാൻ പറഞ്ഞ് അവനോട് പറഞ്ഞ ഞാൻ ഗിന്നസിലേക്ക് പോകുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. അപ്പൊ അതിന് റെഡിക്കുള്ള പ്രയത്നം ചെയ്തു, 12 മണിക്കൂർ ഓടി. അത് ഈ ഗിന്നസിന്റെ 2 മാസം 3 മാസം മുമ്പേ തന്നെയാണ് എല്ലാ വെള്ളിയും ശനിയും നല്ല ഹാർഡ് ചെയ്തിരുന്നു. അതന്നെ, കാരണം വെച്ചാല് ഇപ്പൊ ഒരു പാർക്കിൽ നമ്മളിങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ബോറടിക്കും. പക്ഷെ നമ്മളെ മൈൻഡില് ബോറടിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ 12 മണിക്കൂർ തുടർച്ചയായി ബോറടിക്കൂല? അങ്ങനെ പല ആളും പല ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ എനിക്കത് ബോറടിക്കൂല. നമ്മളെ മൈൻഡ് സെറ്റ് ആക്കി വെക്കും. യു ക്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും, അതിങ്ങനെ ഓടേണ്ടതാണ്, നമുക്ക് ഗിന്നസിലേക്ക് കയറണം. അങ്ങനത്തെ ഒരു പവർ നമ്മളെ മനസ്സിൽ നമ്മൾ സ്വയം അത് അങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇങ്ങനെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ്. കാരണം ഞാൻ ഖത്തറിനെ സംബന്ധിച്ചോളം ഏത് കാലാവസ്ഥ വന്നാലും, അതായത് തണുപ്പ് വന്നാലും ചൂട് വന്നാലും, എൻ്റെ റുട്ടീനിൽ ഒരു മാറ്റവും ഇല്ല. ഈവൻ നോമ്പ് കാലത്ത് പോലും 30 നോമ്പ് പിടിക്കുമ്പോൾ എല്ലാ ദിവസവും നോമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടേ പോകും. അപ്പൊ നിങ്ങളായിരിക്കും നോമ്പിന് എങ്ങനെയാണ് ഈ ഇത്ര ബ്രേക്കപ്പിൽ എങ്ങനെയാണ് ഇത് രാവിലെയും വൈകുന്നേരം ഉച്ചക്ക് ഓടാൻ പറ്റുന്നത്? എനിക്കത് പറ്റും. അങ്ങനെ എന്റെ മൈൻഡ് സെറ്റായി, മൈൻഡും ബോഡിയും സെറ്റായി. ഇങ്ങനെ അത് ചെയ്യാൻ പറ്റും. നമ്മളെ മൈൻഡ് കൺട്രോൾ ആണ്. നമുക്ക് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു പവർ, അതായത് നമ്മളെ റുട്ടീനിലൂടെ പോകണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ വിചാരിച്ചാൽ നടക്കും. പിന്നെ ഗിന്നസ് ഓടുന്ന സമയത്ത് അബു സമറ എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്. അബു സമറ രാവിലെ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫിനിഷിംഗ് പോയിന്റ് അൽ റിവേഴ്സ് ആണ്. അതായത് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഖത്തറിലെ വെതർ 2 ദിവസം മുമ്പേ അനൗൺസ് ചെയ്തിരുന്നു, ഗൾഫ് ടൈം. അപ്പൊ എനിക്ക് ഏകദേശം മൈൻഡ് സെറ്റായി, എന്തായാലും ഓടുമ്പോൾ നല്ല തണുപ്പും പൊടിയും എല്ലാം പ്രതീക്ഷിക്കാം. നമുക്കറിയാം, ഇപ്പോ ഗിന്നസ് റെക്കോർഡ് എടുക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാനും മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് എവിടുന്ന് ഞങ്ങൾ തുടങ്ങിയതും ആ ഒരു ടൈമിലെ കാലാവസ്ഥ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു വേള നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്താ വെച്ചാൽ. ഷക്കീർക്കാട് ഒരു മൈൻഡ് സെറ്റ് എത്ര ഹൈ ആണെന്നുള്ളത് നമ്മൾ ആ ലെവലിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ആ ലെവലിലേക്ക് എത്തുന്നില്ല, നമ്മൾ ആ കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തുന്നില്ല. പക്ഷെ ഷക്കീർക്ക ഹൈ കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ക്ലൈമറ്റും അന്നത്തെ ആ ഒരു ഭയങ്കര ഒരു പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു? അതിനൊക്കെ എങ്ങനെയായിരുന്നു കവറപ്പ് ചെയ്തത്? ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നൗഫൽ ഐനിക്കൽ. അവനോടാണ് എനിക്ക് താങ്ക്സ് പറയാൻ. അവനാണ് എനിക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ഗിന്നസിലേക്ക് പോകുന്ന എൻട്രി തന്നത്. അപ്പൊ അവനോട് ഞാൻ ഒരുപാട് നന്ദി കടപ്പാടുണ്ട്, നൗഫൽ ഐനിക്കലിനോട്. കാരണം ഇത് അബു സമീർ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല തണുപ്പായിരുന്നു, പൊടിക്കാറ്റ്, ശക്തമായ പൊടിക്കാറ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യൻ ആ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യുന്ന ഏത് പൊടിക്കാറ്റിലും ഒരു ഓടുന്നതാണ്. ഏത് പൊടിക്കാറ്റും ചൂട് വന്നാൽ എൻ്റെ ഒരു റുട്ടീന് മാറ്റമില്ല. അപ്പൊ അതിന്റെ സെറ്റ് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പം അതിന്റെ ഇതിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നല്ല പൊടി ഉണ്ടായിരുന്നു. ഒരു 5-6 മണിക്കൂറോളം നല്ല പൊടിയും നല്ല കാറ്റും. കാരണം ഞാൻ ഇങ്ങനെ മുഖം തിരിച്ചിട്ട് ഇങ്ങനെയാണ് ഓടിയത്, മുഖം തിരിച്ചിട്ട് അത്ര ഇതായിരുന്നു. പക്ഷെ എന്റെ മൈൻഡിൽ ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. കാരണം എൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതെന്തായാലും പൂർത്തിയാക്കും. എന്ത് വന്നാലും എന്ത് തരണം ചെയ്തിട്ടും എനിക്ക് ഈ ഗിന്നസിലേക്ക് കയറണം. ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും, അൽ റിവേഴ്സിലേക്ക്. അങ്ങനത്തെ ഒരു മനസ്സിന്റെ ശക്തിയോട് കൂടി പോയി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് എസ്പെഷ്യലി നൗഫൽ ഐനിക്കൽ. അപ്പോൾ അതിന്റെ ഒരു ഇത്, പിന്നെ ദോഹ ബാങ്ക്, അവരെല്ലാം സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ പോയത്. അപ്പോൾ അത് നല്ല, കാരണം ഞാൻ ഓരോ സമയത്ത് പോകുന്ന സമയത്ത് പ്രെയർ ചെയ്യുന്ന സമയത്ത് പ്രെയർ ചെയ്യും. പിന്നെ എല്ലാവരും ചോദിക്കും ഈ പോകുന്ന സമയത്ത് എന്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിച്ചത് ജസ്റ്റ് വെള്ളം കുടിക്കും, പിന്നെ ചോക്ലേറ്റിന്റെ എനർജി പോലുള്ള സംഭവം, ഡാർക്ക് ചോക്ലേറ്റിന്റെ, പിന്നെ ഓറഞ്ച് ചെറിയ പീസ്, ചെറിയ ബനാന, അതെല്ലാം കഴിച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത്. പിന്നെ അതേ സമയത്ത് പ്രെയറും കാര്യങ്ങളും എല്ലാം നടന്നു. പിന്നെ രാത്രി ആണെങ്കിൽ ഒരു ഉറങ്ങിയില്ല, എല്ലാവർക്കും ഉറങ്ങാൻ പറ്റും. ഞാൻ ഉറങ്ങാണ്ടാണ്, വിത്തൗട്ട് സ്ലീപ്പിംഗ് ആണ്, കണ്ടിന്യൂ ആണ്. പിന്നെ പ്രെയറിന്റെ സമയത്ത് കറക്റ്റ് പ്രെയർ ചെയ്യും. പിന്നെ രാത്രി ആണെങ്കിൽ 15 ഡിഗ്രി തണുപ്പ്, 15 കൈ വിറക്കും. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന ആൾക്കാർ വരെ പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ ഓടുന്ന വീഡിയോസ് കംപ്ലീറ്റ് എടുത്തിട്ട് അവിടെ ഗിന്നസിലേക്ക് അയച്ചു കൊടുക്കണം, എവിടെ ലണ്ടനിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പം അത് ചെയ്യുന്നവർക്ക് വരെ വെറുക്കാണ് ഇതുകൾ. പക്ഷെ ഞാനൊന്നും പതറിയിട്ടില്ല, അൽഹംദുലില്ലാ. കാരണം എൻ്റെ മനസ്സിലൊരു സെറ്റായിരുന്നു, ഞാൻ എന്തായാലും ഇത് തീർക്കും, എന്ത് വന്നാലും ഇത് ഓടി തീർക്കും. അങ്ങനത്തെ ഒരു മനസ്സിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പഠിച്ചതും സഹിച്ച് അത് എന്താ പറയുക, നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി. അത് ഒരുപാട് മലയാളീസും സംഘടനകളും എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും, പിന്നെ പ്രത്യേകിച്ച് എസ്പെഷ്യലി ബാങ്കിനോടും, ദോഹ ബാങ്കിനോടും വളരെ താങ്ക്സ് പറയുന്നു.
അതുപോലെ തന്നെ വേറൊരു ന്യൂസ് നമ്മൾ കേട്ടു, ഏതോ ഇനി അക്രോസ് UAE ചെയ്യാൻ പോകുന്നുണ്ടെന്നൊരു ന്യൂസ് കേട്ടു. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഇൻഷാല്ല അക്രോസ് UAE ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഒരു 650 കിലോമീറ്റർ ആണ് അക്രോസ് UAE. സാധാരണ ഇപ്പൊ ഓടിയ 192 ആണ്, ഇത് 650 ആണ്. കാരണം വെച്ചാൽ 7 എമിറേറ്റ്സ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല. അപ്പൊ അതിന്റെ സ്പോൺസർ ദോഹ ബാങ്ക് തന്നെയാണ്. വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ വെച്ചാൽ ഭയങ്കര ഹാർഡായിരിക്കും. അതിപ്പോ ഒരേ റോഡും എമിറേറ്റ്സിന്റെ എല്ലാ റോഡിന്റെ പെർമിഷനും കാര്യങ്ങളും വേണം. കുറച്ച് പ്രിപ്പറേഷൻ എന്തായാലും ഒരു മാക്സിമം ഇൻഷാല്ല 4-5 മാസം കൊണ്ട് അത് ചെയ്യാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യും എന്തായാലും. അപ്പൊ അതിനും ഉള്ള പ്രിപ്പറേഷൻ നല്ല ഹാർഡ് വർക്കും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, തീർച്ചയായും എല്ലാവരും സപ്പോർട്ടീവ് ഉണ്ടാവുക. അപ്പൊ ഒരു മനുഷ്യൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു കഠിന പ്രയത്നമാണ് വേണ്ടത്. നമുക്കൊരു മനസ്സിൽ ഒരു, കാരണം നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേക ഒരു പവർ, ഒരു എനർജി. എനിക്ക് ഇതെല്ലാം കിട്ടിയത് സ്പോർട്സിലൂടെയാണ്, റണ്ണിങ്ങിലൂടെയാണ് എക്സ്പെഷ്യലി. ഒന്നുമില്ല, ഞാനൊരു പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിച്ചു. കാരണം നമ്മൾ ഒന്നും ചെയ്യാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് ഇത്ര മടിയാണെങ്കിലും ജസ്റ്റ് വോക്ക് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി വന്നുകൊണ്ടിരിക്കും. എനർജിയാണ്, നമുക്ക് എനർജി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഹാപ്പിനെസ് വരും, ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം വരും. അപ്പം തീരെ നടക്കാത്ത ആൾക്കാർ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക, ജസ്റ്റ് വോക്കെങ്കിലും ഒരു 45 മിനിറ്റ്സ് എല്ലാ ദിവസവും, ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ലൈഫിനൊരു റുട്ടീനും കാര്യങ്ങളും വെച്ചാൽ തന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ അക്രോസ് UAE എന്ന വലിയൊരു കടമ്പ കടക്കാനുള്ള ആ ഒരു ഡോക്യുമെൻറ്റേഷനും എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാവട്ടെ എന്ന് ജസ്റ്റ് റൈറ്റ് മീഡിയ ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ വ്യൂവേഴ്സിന് എന്ത് മെസ്സേജാണ് ഷക്കീർ കാക്ക് നൽകാനുള്ളത്? ഞാൻ 3 കാര്യം പറയാം. ഈ 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ എപ്പോഴും എന്താ പറയണ്ടേ, നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഹെൽത്ത് വെൽത്തി, അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മൾക്ക് എപ്പോഴും ഒരു സന്തോഷവും കാര്യങ്ങളും വരും. അപ്പൊ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര ദൂരം നടക്കുന്നോ അത്ര ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ജങ്ക് ഫുഡെല്ലാം ഒഴിവാക്കി, അതായത് ബർഗർ അങ്ങനത്തെ കാര്യങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കിയ ശേഷം നല്ല ഫുഡ്, ഹെൽത്ത് പരമായ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടി വരില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ കൊല്ലത്തെ ഒരു ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ 3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. പിന്നെ എല്ലാവരും ഈ മടിയുള്ള ആൾക്കാരോട് പ്രത്യേകം പറയുക, എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഹെൽത്തിന് വേണ്ടി ചെലവാക്കുക. സമയമില്ലാന്ന് മാത്രം പറയരുത്. ഒരു 45 മിനിറ്റ്സ് എങ്കിലും ജസ്റ്റ് നടക്കെങ്കിലും ചെയ്യുക. എന്നാലും നമുക്കൊരു നടക്കുക ചെയ്യുക. അതുകൂടാതെ തന്നെ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യുക. പഞ്ചസാര, ഉപ്പ്, ഓയിൽ അതെല്ലാം ഒഴിവാക്കുക. എണ്ണ, വറുത്തത്, പൊരിച്ചത്, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. എപ്പോഴും ഹെൽത്തി ഫുഡ് ആയിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുള്ള മനസ്സിൽ ഒരു കോൺഫിഡൻറ്റ് വെക്കുക. എന്നാൽ നമ്മൾ ലൈഫ് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഹാപ്പി ആയിരിക്കും. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇങ്ങനെയൊരു സമയം ജസ്റ്റ് റൈറ്റിന് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാരണം ജസ്റ്റ് റൈറ്റിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എനിക്ക് പ്രേക്ഷകരോടുള്ള സംസാരിക്കാൻ ഒരു അവസരം തന്നതിനും എനിക്കും സന്തോഷമുണ്ട്. കാരണം ഈ സ്പോർട്സിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് ഒരു ഹെൽത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് വളരെ ഹാപ്പിനെസ്, ഒരു സന്തോഷകരമായ കാര്യമാണ്. കാരണം പ്രവാസികളാണ് എപ്പോഴും എല്ലാവരും നമുക്ക് അതായത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മളെ ഹെൽത്തി ആണെങ്കിലാണ് നമ്മളെ കുടുംബം, നമ്മളെല്ലാവരും ഇവിടെ വന്നെന്തിനാണ് പ്രവാസ ലോകത്ത് കുടുംബത്തെ നോക്കാനല്ലേ. അപ്പൊ നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മളെ കുടുംബം ഹാപ്പി ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹെൽത്ത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളെ ഹെൽത്തി ആയാലാണ് നമ്മളെ കുടുംബവും ഹെൽത്തി ആയിട്ട് മാറും. അതുകൊണ്ട് മടി മാറ്റി വെക്കുക, നമ്മളെ ഹെൽത്ത് പരമായിട്ട് മുമ്പോട്ട് വരിക. എല്ലാ ദിവസവും പ്രാക്ടീസും കാര്യങ്ങളും എല്ലാ റുട്ടീൻ പോലെ ചെയ്യുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബി ഹാപ്പി, ബി ഹെൽത്തി. ഷക്കീർ ഖാ, ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ടോട്ടൽ ക്രൂസിൻ്റെ അതുപോലെ വ്യൂവേഴ്സിൻ്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, മറ്റൊരു താരവുമായി ജസ്റ്റ് റൈറ്റ് മീഡിയ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ താൽക്കാലിക വിട. സ്റ്റേ വിത്ത് ജസ്റ്റ് റൈറ്റ് മീഡിയ. താങ്ക്സ്.